ഹിജ്റ 5-ാം വർഷം. വരൾച്ച കാരണം മക്ക ചുട്ടുപഴുക്കാൻ തുടങ്ങി. വിളകൾ കരിഞ്ഞു ചാമ്പലായി. പട്ടിണിയും വറുതിയും അവിടെ എങ്ങും നടമാടി. ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ പൊരുതി തുടങ്ങി. തെല്ലകിലെ മദീനയിലാണെങ്കിലും മക്കയുടെ ദുഃഖം പ്രവാചകനെ അസ്വസ്ഥനാക്കി. വഴിയൊന്നുമില്ലാതെ പിടഞ്ഞു തുടങ്ങിയപ്പോൾ ചെരുപ്പിന്റെ വാറും പച്ചിലകളും പറിച്ചു തിന്നാൻ നിർബന്ധിതരായ അനുയായികളെ നോക്കി പൈശാചികമായി പൊട്ടിച്ചിരിക്കുകയും ചെയ്ത ക്രൂരതയാർന്ന ഖുറൈശികളുടെ അപ്പോഴത്തെ ദുരവസ്ഥ കണ്ട് പ്രവാചകൻ തെല്ലും സന്തോഷിച്ചില്ല. മക്കയിലേക്ക് ആവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ അടിയന്തരമായി അയക്കാൻ പ്രവാചകൻ തന്റെ വിശ്വസ്ത സഹചാരിയായ അംർ ബിൻ ഉമയ്യയോട് ആവശ്യപ്പെട്ടു. ഉത്തരക്ഷണം തന്നെ നടപടികൾ ആരംഭിച്ചു. പ്രഭാതം പൊട്ടിവിരിയുമ്പോഴേക്കും അംറിന്റെ നേതൃത്വത്തിൽ ആവശ്യ സാധനങ്ങളുടെ ചുമടും പേറി നീങ്ങുന്ന ഒരു നീണ്ട നിര മക്കൾക്കു സമീപം എത്തിക്കഴിഞ്ഞു. വിവരമറിഞ്ഞ ഖുറൈശി പ്രമാണി അബൂ സുഫിയാൻ സവിസ്മയം അവരുടെ മുന്നിലെത്തി. കൃതജ്ഞതാപൂർവം സഹായ സാധനങ്ങൾ സ്വീകരിച്ചു. തങ്ങളുടെ ദുഃഖത്തിലും ദയനീയാവസ്ഥയിലും പ്രവാചകനും മുസ്ലിങ്ങളും സന്തോഷിക്കുകയാവും എന്ന് കരുതിയ ഖുറൈശികൾക്ക് തെറ്റി. ദൈവപദത്തിൽ സത്യവിശ്വാസത്തിന്റെ സന്ദേശവുമായി നീങ്ങുന്ന തങ്ങളെ നശിപ്പിക്കുവാൻ കച്ചകെട്ടിയിറങ്ങിയ ഖുറൈശികൾ പോലും തങ്ങളുടെ കുടുംബക്കാരാണെന്നും അവർ ആപത്തിൽപ്പെടുമ്പോൾ അവരെ സഹായിക്കാനുള്ള ബാധ്യത തങ്ങൾക്കുണ്ടെന്നും കരുതിയ പ്രവാചകന്റെ മഹാമനസ്സിനു മുന്നിൽ ഖുറൈശികൾ തോറ്റുപോയി. പകയും പ്രതികാരവുമല്ല, സ്നേഹവും സഹകരണവുമായിരുന്നു പ്രവാചകന്റെ പ്രതികരണത്തിന്റെ പ്രകൃതം.